ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ കാസർഗോഡ് ജില്ലയിലെ സീതാങ്കോളിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ട് കളത്തൂർ എന്ന സ്ഥലത്ത് നമ്മളെ PMS വില്ലാസിന്റെ വീടൊക്കെ വെച്ച് കൊടുക്കണ ബിസിനസ് ഗ്രൂപ്പിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് വെക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. കുറഞ്ഞ വിലക്കൊക്കെ വീട് സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ഇന്ന് ഞങ്ങൾ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ സീതാങ്കോളിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ട് കളത്തൂർ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു 5 ഏക്കർ സ്ഥലമുണ്ട്. നമ്മളെ PMS വില്ലാസ് ബിസിനസ് ഗ്രൂപ്പിന്റെ പ്ലോട്ടാണ്. വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്ന നല്ല അടിപൊളി സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെറും 8 ലക്ഷം രൂപയ്ക്ക്, അതായത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇവർ വീടെല്ലാം വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് സൈറ്റ്. വണ്ടികളൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും സൈറ്റിൽ നമുക്ക് കൊണ്ടുപോയി നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. നിങ്ങൾക്ക് വീടില്ല, അത് നിങ്ങൾ വാടകയ്ക്കാണോ താമസിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വരിക, നമ്മളൊപ്പം വരും. അപ്പൊ നമ്മളെ PMS വില്ലാസ് ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ നമ്മളെ സുബൈർ പടുപ്പ് പറയുന്നത് നമ്മളെ സുബൈറാക്കെന്ന് നമ്മളൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ ഈ ഒരു എന്താ പറയാ പ്ലോട്ടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ? PMS വില്ലാസ് ബിസിനസ് ഗ്രൂപ്പ് എന്നുള്ളത് കേരളത്തിലും കർണാടകയിലുമായി വൈറലായ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് PMS വില്ലാസ് എന്ന് പറയുന്നത്. ഏതാണ്ട് വിവിധ പേരുകളിലായി 1074ഓളം വീടുകൾ നമ്മളിപ്പോൾ ഓൾറെഡി നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞു. നിങ്ങൾ തൊട്ട് പുറകെ നിൽക്കുന്ന ഈ വീടിൻ്റെ തറ അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PMS വില്ലാസ് എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കൈവശമുള്ള പണം കൊണ്ട് അവരുടെ സ്വപ്നമാകുന്ന വീട് നമ്മൾ അവർക്ക് പണിത് നൽകുന്നു എന്നുള്ളതാണ് PMS വില്ലാസിന്റെ പ്രത്യേകത. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്? നമ്മളെ പിന്നെ എത്ര ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കണം? അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ? നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വീടുകളും ചെറിയ വീടുകളും നിർമ്മിച്ചു കൊടുക്കുന്നു, വലിയ വീടുകളും നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചെറുതെന്ന് പറയുന്നത് ഒരു 3.5 സെന്റ് സ്ഥലം, അതിനകത്ത് ഒരു 400 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അത് 8.5 ലക്ഷം രൂപക്ക് നമ്മൾ പണിത് ഫുൾ ഫിനിഷ് ചെയ്ത് മനോഹരമായൊരു വീട് നമുക്ക് 8 ലക്ഷം രൂപ കയ്യിലുള്ളവർക്ക് ഒരു സ്വന്തമായൊരു വീട് സ്ഥലവും ഉൾപ്പെടെ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും ചെറിയ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ 6 സെന്റ് സ്ഥലത്ത് 600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിന് നമ്മൾ 14 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്. അത് 6 സെന്റ് സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണെങ്കിൽ അത് 22 ലക്ഷം രൂപയാണ്. 10 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 32 ലക്ഷം രൂപയാണ്. അങ്ങനെ ആളുകൾ ആഗ്രഹിക്കുന്ന, അവരെത്ര വലിപ്പമുള്ളതാണോ ആഗ്രഹിക്കുന്നത്, എത്ര ചെറുതാണോ ആഗ്രഹിക്കുന്നത്, സ്ഥലം എത്രയാണോ വേണ്ടത്, അതിനനുസരിച്ചുള്ള അവരുടെ കൈവശം 5 ലക്ഷം രൂപയുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായൊരു വീട് ഉണ്ടാക്കാം നമ്മുടെ ഈ വില്ലാസിൽ എന്നതാണ് ഒരു പ്രത്യേകത. ഇതിപ്പോ ഏറ്റവും ചുരുങ്ങിയ ചെലവിലല്ലേ നിങ്ങൾ ചെയ്തു കൊടുക്കണം 8 ലക്ഷം രൂപയ്ക്ക്? അപ്പൊ ആ ഒരു എന്താ പറയുക 400 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് പറഞ്ഞ 8 ലക്ഷം രൂപയ്ക്ക്, അപ്പൊ അതിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു വീടിന്റെ? അതായത് വീട് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരായതും അല്ലാത്തതുമായ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. വാടക കോട്ടേഴ്സുകൾ, വാടക ഫ്ലാറ്റുകൾ, അതുപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്ത പലയിടങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. സ്വന്തമായി വീടുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെറിയ ഒരു ബഡ്ജറ്റിൽ നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. എന്നാൽ പണമുള്ളവർക്ക് അതിനേക്കാൾ വലിയ വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതുണ്ട്. അത് വേറെ പ്രൊജക്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇതിൽ 400 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മനോഹരമായ അടുക്കളയുണ്ട്, അതുപോലെ ബാത്റൂമുണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂമുണ്ട്, ചെറിയ ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ആ വീട്ടിലേക്ക് ആവശ്യമായ കുടിവെള്ളമുണ്ട്, വൈദ്യുതിയുണ്ട്, അതുപോലെ തന്നെ മനോഹരമായ നല്ല റോഡുകളുണ്ട്. അങ്ങനെ ഫുൾ പണി ഫിനിഷ് ചെയ്ത് നല്ലൊരു വീട്, മനോഹരമായ വീട് തന്നെയാണ് PMS വില്ലാസ് പണിത് കൊടുക്കുന്നത്. ഇത് ഒരു അത്ഭുതമാണ്, ഇതൊരു വിസ്മയമാണ്, സത്യവുമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതൊരു അത്ഭുതവും ഇതൊരു വിസ്മയവും ഇതൊരു സത്യവുമായി PMS വില്ലാസ് മാറുന്നതെന്ന് വെച്ചാൽ കാരണം PMS വില്ലാസ് ഒരു വീടല്ല നിർമ്മിക്കുന്നത്. PMS വില്ലാസ് ഒരുപാട് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ PMS നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
കുറച്ച് ആളുകൾക്ക് നമുക്ക് സാധാരണക്കായ ആളുകൾക്കും വില കുറച്ചും വീടുകൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വലിയ വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ സ്വപ്നം അനുസരിച്ചുള്ള ചെറിയ വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ആ വീടിനകത്ത് ഉണ്ടാവും. ഒരു വീടിനകത്ത് എന്തൊക്കെ സൗകര്യം വേണം അതൊക്കെ ആ വീടിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമല്ലോ, അപ്പൊ അതിനകത്തോട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യം എങ്ങനെയായിരിക്കും? വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ സൈറ്റിൽ തന്നെ 3 കോലിലുള്ള 3 മീറ്ററിൽ ഉള്ള കുളം ഇതിനകത്ത് തൊട്ടടുത്ത പറമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ തന്നെ വിറ്റൊരു പറമ്പാണ്. അത് തന്നെ ഇവിടെ ഇതിനകത്ത് കിണർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഏറ്റവും മുകളിൽ വെള്ളം യഥേഷ്ടമുള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ നമ്മൾ ഈ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ സൈറ്റുകൾ കണ്ടെത്തുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് വെള്ളമാണ്, രണ്ടാമത് നോക്കുന്നത് യാത്രാ സൗകര്യമാണ്. ഇപ്പം നമ്മൾ ഈ സൈറ്റിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നാൽ ബസ് കയറാൻ വേണ്ടി പറ്റും. 5 മിനിറ്റിന് ഒരു പ്രാവശ്യം 5 മിനിറ്റ് വെച്ച് ഇടവേളയില്ലാതെ ഈ കളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ബസ് നമ്മുടെ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക്, സീതാങ്കോടിയിലേക്ക്, അതുപോലെ ഉപ്പളയിലേക്ക്, കാസർഗോഡേക്ക്, കണ്ണൂരൊക്കെ ഇവിടുന്ന് 5 മിനിറ്റിന് പ്രാവശ്യം ബസ്സുണ്ട്. അപ്പോൾ യാത്രാ സൗകര്യമുണ്ട്, റോഡുണ്ട്. ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ സ്കൂളിലേക്ക് എത്താം, ആരാധനാലയങ്ങളിലേക്ക് എത്താം. എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, ചർച്ചുണ്ട്, പള്ളിയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. തൊട്ടടുത്തെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് PMS വില്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളതായിരിക്കും, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ ഇനി ഇവര് വേറെ ജില്ലകളിലൊക്കെ പോയിട്ട് വീടുകൾ വെച്ച് കൊടുക്കും, അങ്ങനത്തെ ഒക്കെ സംശയങ്ങൾ കുറെ ആൾക്കാർക്കുണ്ട്. മുമ്പത്തെ നമ്മളെ വീഡിയോയിലൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളൊന്ന് പറയണം. നമുക്ക് മറ്റു ജില്ലകളിൽ പോയി, കാസർഗോഡ് ജില്ലയിലാണ് ഈ പ്രൊജക്ട് നടക്കുന്നത്. മറ്റു ജില്ലകളിൽ പോയി ഇപ്പം നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പക്ഷെ PMS വില്ലാസിന്റെ ബിസിനസ് ഗ്രൂപ്പിന്റെ പദ്ധതികളിൽ മറ്റു ജില്ലകളിലുണ്ട്. അത് ഇപ്പോഴല്ല, പിന്നീടാണ്. പക്ഷെ ഇപ്പം കാസർഗോഡ് ജില്ലയിലാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. നിർമ്മാണ രംഗത്ത് അത്ഭുതകരമായ വിപ്ലവമാണ് PMS വില്ലാസ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു കൃത്രിമവുമില്ല, ഇതിനകത്തൊരു തട്ടിപ്പില്ല. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വീട് നമ്മൾ നിർമ്മിക്കുന്നു, 3 മാസം കൊണ്ട് നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കുന്നു. ആ 3 മാസവും വീട് നിർമ്മിച്ച് തീരുന്നത് വരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഈ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ അടുത്ത് വന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താക്കാം, ഇത് കാണാവുന്നതാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് നിർമ്മിക്കുന്നതാണ് ഈ വീട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന പ്ലാന്, നിങ്ങൾ തരുന്ന പ്ലാന് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ സൈറ്റിൽ വിസിറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാ പിന്നെ നമുക്ക് സൈറ്റ് ഒന്ന് കാണല്ലേ? ഓക്കെ, ഇത് പിന്നെ 5 ഏക്കറുടെ ഒരു ഫ്ലോട്ടാണ്. ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ 5 ഏക്കറുള്ള ഫ്ലോട്ടാണ്. ഇതിപ്പോൾ ആ ഫ്ലോട്ടിൻ്റെ ആദ്യത്തേത്. ഇത് പിന്നെ 10 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലെ വീടിന്റെ നിർമ്മാണമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഈ തറയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഈ തറയിട്ടിട്ടുള്ളത്. ഇപ്പൊ ഇതിങ്ങനെ റോഡ് ഇങ്ങനെ നമ്മൾ ഈ വാഹനത്തിന്റെ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കാണുന്നത് ഒരു 10 സെന്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇതൊരു 10 സെന്റ് സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ കൊടുത്തതാണ്, ഓരോ ടീം വന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ കൊടുത്ത ഈ കാണുന്നതൊക്കെ കൊടുത്തതാണ്. അപ്പൊ ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് ഫ്ലോട്ടുകൾ മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. ഭൂരിപക്ഷവും നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. ഇഷ്ടംപോലെ ജനങ്ങൾ ഈ സൈറ്റിന്റെ ചുറ്റുഭാഗത്തും, ഇതിപ്പോൾ ഈ വീടിന്റെ ചുറ്റുഭാഗത്തും ആയിട്ട് 100-100ഓളം വീടുകൾ നമ്മുടെ ഈ സൈറ്റിന്റെ ചുറ്റുഭാഗത്തായിട്ടുണ്ട്. ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു ജനവാസ കേന്ദ്രമാണ് ഇവിടെ. 100-100ഓളം വീടുകൾ ഇതിന്റെ ഭാഗത്തായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനവാസ കേന്ദ്രത്തിൽ എല്ലാ സൗകര്യമുള്ളിടത്താണ് നമ്മൾ ഈ PMS വില്ലാസ് ഇപ്പോൾ നമ്മൾ സൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് ഫ്ലോട്ട് തിരിച്ച് ഓൾറെഡി നമ്മൾ ഫ്ലോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയവർക്ക് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് JK ഡിജിറ്റൽ ഇതാണ് ഇവര് കമ്പനി. സീതാങ്കുളിയിലാണ് ഇവരുടെ ഓഫീസ്. JK ഡിജിറ്റൽ സർവേ ആണ്. അപ്പോൾ JK ഡിജിറ്റൽ സർവേയുടെ ആളുകളാണ് ഇപ്പോൾ ഇതിപ്പോൾ അവർ സ്ഥലം അളന്ന് അവരതിനെ ഓരോ ഫ്ലോട്ടും തിരിച്ച് ഇതിന് സ്ഥലം വാങ്ങിയവർക്ക് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖാമൂലമുള്ളൊരു അളവാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ഭൂമി തിട്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് എവിടെയാണ് ഇതിൻ്റെ മറ്റ് വില്ലേജിൻ്റെ രേഖകൾ, അതിൻ്റെ സ്ഥലത്തിൻ്റെ ഭൂമിയുടെ അതിരുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചായത്ത് സർവേ കല്ലുകളൊക്കെ എവിടെയാണെന്നൊക്കെ ഇവർക്കത് ഈ ഡിജിറ്റൽ സർവേ നടക്കുന്നതോടുകൂടി കൃത്യമായി കിട്ടും. അപ്പോൾ ഒരു 6 സെന്റ് സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് ഇവരെ സമീപിച്ചാൽ ഇവരെടുത്ത് അതിൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് കിട്ടും.
പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും നല്ലൊരു സീതാങ്കുളി പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ സർവേയാണ് JK ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാ, സൗകര്യങ്ങളൊക്കെ? നിങ്ങൾ ഇതേ വീഡിയോയുടെ തന്നെ പിറകിലോട്ടൊന്ന് കണ്ടുപിടിക്കണം. നല്ല പച്ചപ്പുള്ള കവുങ്ങും തോട്ടം. അങ്ങനെ ഒരു പച്ചപ്പുണ്ടാണെങ്കിൽ അവിടെ ഭൂമിക്കടിയിൽ ഏകദേശം വെള്ളം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഫലപുഷ്ടിയായ ഒരു മണ്ണാണ് ഈ PMS വില്ലാസിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് വലിയ മലയല്ല, കുന്നല്ല, ഇതൊരു ലെവൽ സ്ഥലം, തട്ട് സ്ഥലം, ഗ്രൗണ്ട് പോലുള്ളൊരു സ്ഥലമാണ് ഈ PMS വില്ലാസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിലൊക്കെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഫോൺ കോളുകൾ വരാറുണ്ട്. എന്താണ്, നല്ല സ്ഥലങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ എല്ലാവരോടും നമുക്ക് പറയാനുള്ളതാണ്, കാസർഗോഡ് ജില്ലയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത, അതുപോലെ മറ്റേ മലവെള്ളങ്ങളൊന്നും വന്ന് നശിക്കാത്ത, എല്ലാ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന ഇടമാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല താമസിക്കുവാനും മനോഹരമാണ്, ജനങ്ങളും മനോഹരമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല ഒരു മാതൃകാ ജില്ലയാണ്. പക്ഷെ വികസന കാര്യത്തിൽ കാസർഗോഡ് ജില്ല കേരളത്തിൽ ഏറ്റവും പിന്നോക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് PMS വില്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. ഏറ്റവും മനോഹരമായ ഭൂമിയിൽ, പ്രകൃതി ഭംഗിയുള്ള ഭൂമിയിൽ മനോഹരമായ വീട് എന്ന സ്വപ്നം എല്ലാവർക്കും സാക്ഷാത്കരിക്കാമെന്ന്. അതുപോലെ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സൈറ്റിലേക്ക് എത്താം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി ബസ് കയറിയാലും വളരെ പെട്ടെന്ന് നമുക്ക് ഈ സൈറ്റിലേക്ക് എത്താം. അതുപോലെ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ഇവിടെയുണ്ട്, കുമ്പളയിൽ ഹോസ്പിറ്റലുകളുണ്ട്, സീതാങ്കുളി ഹോസ്പിറ്റലുകളുണ്ട്, ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇത് മംഗലാപുരത്തേക്ക് ഇവിടുന്ന് തൊട്ടടുത്താണ്. മംഗലാപുരത്ത് നിന്ന് ആവശ്യത്തിന് പോകേണ്ട ആളുകൾക്കും മംഗലാപുരം തൊട്ടടുത്താണ്. ബാംഗ്ലൂർ യാത്ര ചെയ്യേണ്ടവർക്ക് അവർക്കും നല്ല യാത്രാ സൗകര്യങ്ങളുണ്ട്. അതുപോലെ കണ്ണൂരോ കോഴിക്കോടൊക്കെ യാത്ര ചെയ്യേണ്ടവർക്കുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട്. യാത്രാ സൗകര്യങ്ങളുള്ളതാണ് ഈ സൈറ്റിന്റെ ഒരു പ്രത്യേകത. നമുക്ക് അടുത്തുള്ള എയർപോർട്ടൊക്കെ എവിടെയാണ്? അടുത്തുള്ള എയർപോർട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കാറിൽ യാത്ര ചെയ്താൽ മംഗലാപുരം എയർപോർട്ടിലേക്ക് എത്താം. അരമണിക്കൂർ മംഗലാപുരം എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ആവശ്യമുണ്ട്. അല്ല, കണ്ണൂർ എയർപോർട്ടിൽ പോകുന്നവർ കണ്ണൂർ എയർപോർട്ടിൽ പോകാം. പക്ഷേ എങ്കിലും മംഗലാപുരം എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട്. നമുക്ക് മംഗലാപുരം സിറ്റിയിലേക്ക് ഒരു അരമണിക്കൂർ നമുക്ക് എത്താം. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആണ്. പക്ഷേ നല്ല റോഡുകളുള്ള ഒരു ഏരിയ. എയർപോർട്ട് സൗകര്യം ഉണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, എല്ലായിടത്തും അല്ലേ, എല്ലാ സൗകര്യങ്ങളും. നമ്മുടെ PMS വില്ലാസില് നമ്മൾ യഥേഷ്ടം വെള്ളം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ് PMS വില്ലാസ്. ഇപ്പൊ നോക്കി, നമ്മുടെ ഈ പറമ്പിൽ നിന്ന് തൊട്ട് മുട്ടിയിട്ടുള്ള ഒരു കുളമാണിത്. നമ്മളെ അയൽവാസികളുടെ ഒരു കുളമാണിത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു കല്ല് വർക്കിട്ട് നോക്കി, ഏറ്റവും മുകളിൽ ഇതിനകത്ത് വെള്ളം കാണാം. നമ്മളെ ഈ ഒരു പ്ലോട്ടിനോട് തൊട്ട് ചാരിയുള്ള സ്ഥലത്തിലുള്ള ഒരു കുളമാണ്. PMS വില്ലാസിന്റെ അല്ല, നമ്മളെ അയൽവാസിയുടെ ഒരു കുളമാണ്. ഒരു കല്ലിട്ടോ കേട്ടോ, കാരണം നിങ്ങൾക്ക് വെള്ളം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ നോയിക്കോളി, മുകളിൽ തന്നെ വെള്ളം. സൗണ്ട് കേട്ടില്ലേ? അത് വെള്ളമാണ്. നല്ല വെള്ളം. അതുപോലെ തന്നെ ഈ പറമ്പിന്റെ മറ്റൊരു ഭാഗത്തൊരു കിണറുണ്ട്. ഇപ്പൊ ഇതിനകത്ത് വീടെടുത്ത ആളുകൾ തന്നെ കിണർ കുഴിക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് ഇതിനകത്ത് കിണർ കുഴിക്കുന്നുണ്ട്. കിണറാക്കാം. നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്. പക്ഷെ ഇപ്പതാ സ്പ്രിംഗ്ലർ ആണ് ഈ കറങ്ങുന്നത് കേട്ടോ. നല്ല വെള്ളം നോക്കി എപ്പോഴും നനച്ചോണ്ടിരിക്കാണ്. കവുങ്ങും വാഴയൊക്കെ കണ്ടില്ലേ, ഇതിനകത്ത് കൃഷിയെല്ലാം ചെയ്യണേ. വെള്ളം ഒന്ന് പിടിച്ചേക്കാം. സ്പ്രിംഗിൾ രസമല്ലേ വീഡിയോ കാണാൻ? നല്ല വെള്ളം ഉണ്ടല്ലേ. ഇത് നമ്മളെ PMS വില്ലാസിന്റെ നമ്മളെ അയൽവാസിയാണ്, അവരുടെ പറമ്പാണ് ഇത്. ഇതിനകത്ത് വെള്ളം നോക്കിക്കോ എങ്ങനെയാന്നുള്ള. ഇത് സ്പ്രിംഗിൾ, ഇത് കൃഷിക്ക് ഇങ്ങനെയാണ് സ്പ്രിംഗിളായിട്ട് ഉപയോഗിക്കുന്നതാണ്. വെള്ളം ഇങ്ങനെ ടാങ്കിൽ നിന്ന് മോട്ടറിൽ നിന്നിട്ട് ഇങ്ങനെ വെള്ളം കറങ്ങി അടിച്ച് വരും. ഫുള്ള് നല്ല പച്ചപ്പായിട്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. വെള്ളം ഇങ്ങനെ ഇതിങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കവുങ്ങ് തോട്ടത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചോണ്ടുണ്ടാവും. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ നമ്മളെ PMS വില്ലാസ്. തൊട്ടടുത്തുള്ള പ്ലോട്ടിലുള്ളൊരു വിഷ്വലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മളെ PMS വില്ലാസിന്റെ തന്നെ തൊട്ടടുത്തുള്ളൊരു അയൽവാസിയാണ്. പിന്നെ ഈ പറമ്പ്, ഈ കവുങ്ങ് ഇവരുതാണ്. അപ്പോൾ മൂപ്പര് പറയും ഈ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ. പറഞ്ഞ ഈ ഏരിയ എങ്ങനെ പറഞ്ഞു, ഒരു ഡൗൺ ഉള്ള ഏരിയ ആണ്. അങ്ങനെയുണ്ട്, വെള്ളത്തിന് ഒരു പ്രോബ്ലം ആവില്ല. ഏത് ടൈമിലും വെള്ളത്തിന് അഡ്ജസ്റ്റ് ആവും. എല്ലാ പോയിന്റ് എല്ലാം കൂട്ടിയിട്ട് ഒരു താഴെയുള്ള സെൻറ്ററായ കൊണ്ട് എല്ലാ വെള്ളമെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ലാസ്റ്റോടെ വെള്ളം വരും. അതിലൊക്കെ ഞാൻ കൺഫേം ചെയ്യാം. ലാസ്റ്റോടെ നമ്മൾ ഇവിടെ ചെക്ക് ആക്കി ഒരു 2-3 വർഷമായി നമ്മൾ വന്നിട്ട് ലാസ്റ്റോടെ വെള്ളം ഇരിക്കും.
അപ്പോൾ ഇത്ര മഴ കുറഞ്ഞെങ്കിൽ യഥേഷ്ടാവുന്ന ഒരു സ്ഥലമാണ് വെള്ളത്തിന്. യഥേഷ്ടം വെള്ളം. യഥേഷ്ടം അങ്ങോട്ട് ആ ഭാഗവും ഇങ്ങനെ ഒരു വെള്ളത്തിന് പ്ലോട്ടാണ്, അതിലേക്ക് പ്രോബ്ലം ആവില്ല. ഓക്കെ. ഇപ്പൊ വരുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു, ഇങ്ങനെ ഫ്ലക്സിൽ 5 ലക്ഷം രൂപ കയ്യിലുണ്ടോ വീട് സ്വന്തമാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അത് സംഭവം അത് 5 ലക്ഷം രൂപ കയ്യിലുണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ സൈറ്റ് സന്ദർശിക്കുന്നുണ്ട്. ഈ സൈറ്റ് സന്ദർശിക്കുമ്പോൾ ചില ആളുടെ കയ്യിൽ ആകെ 4 ലക്ഷം രൂപയുണ്ട്, ചില ആളുടെ കയ്യിൽ ആകെ 5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ആകെ 5 ലക്ഷമോ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കയ്യിലുണ്ട്, ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ളൊരു ഇതാണിത്, പദ്ധതിയാണത്. ഒരു 4 ലക്ഷമോ 5 ലക്ഷം രൂപ വരെ കൈവശമുണ്ടെങ്കിൽ ആ പണം PMS വില്ലാസിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ബാക്കി പൈസ അവർക്ക് അതിനകത്ത് ചോയ്സ് ചെയ്യുന്നത് ഒരു എത്ര ലക്ഷം രൂപയുടെ വീടാണോ ആ ബാലൻസ് വരുന്ന പൈസക്ക് ബാങ്ക് ലോൺ, ഹോം ലോൺ ഇട്ടിട്ട് അവർക്ക് വീട് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കും. അതായത് 5 ലക്ഷമോ 4 ലക്ഷമോ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവർ ഒരു 25 ലക്ഷത്തിൻ്റെയോ 20 ലക്ഷത്തിൻ്റെയോ 15 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ ഒരു വീടാണ് അവർക്ക് ആവശ്യമെങ്കിൽ ബാക്കി പൈസ അവർക്ക് ഹൗസിംഗ് ലോൺ, ബാങ്കിൽ നിന്ന് ലോണായി നമ്മൾ ഇട്ടുകൊടുക്കും, ബാങ്ക് ലോൺ കൊടുക്കും. അങ്ങനെ ബാങ്ക് ലോൺ സൗകര്യത്തോടു കൂടിയും 5 ലക്ഷമോ 4 ലക്ഷമോ കയ്യിലുള്ളവർക്കും ഈ PMS വില്ലാസിൽ അവരാഗ്രഹിക്കുന്ന വലിയ വീടും ഇവിടെ അവർക്ക് ലഭിക്കുന്നതാണ്. അതാണ് 5 ലക്ഷത്തിൻ്റെ ഒരു പരസ്യം നിങ്ങൾ കണ്ടത്. ഇപ്പൊ ഓരോ വീടും വെക്കുമ്പോൾ അവരുടെ പ്ലാനിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്തു കൊടുക്കണത്. ഓരോ വീടും ഇപ്പം നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ നമ്മുടെ എഞ്ചിനീയർ ഉണ്ട്, ആ എഞ്ചിനീയറോട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുള്ള പ്ലാന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാന് നമുക്ക് തരാം. അപ്പോൾ ആർക്കാണോ വീട്, ആ വീട് ആവശ്യമുള്ളവരുടെ പ്ലാൻ, അതാണ് അവരുടെ പ്ലാന് അനുസരിച്ചാണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. 3 മാസം കൊണ്ട്, കേവലം 3 മാസം കൊണ്ട് അവർക്ക് അവരുടെ പ്ലാൻ അനുസരിച്ചുള്ള വീട് നമ്മളിതിനകത്ത് നിർമ്മിച്ച് കൊടുക്കും. ഇപ്പൊ ടൈൽസും കാര്യങ്ങളോ പോലെ മറ്റു മെറ്റീരിയൽസ് ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവരും കൊണ്ടുപോയിട്ടാണ് എടുക്കുക. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ ഷോപ്പിലേക്ക് ആരെ വീടാണോ നിർമ്മിക്കുന്നുള്ളത് ആ നിർമ്മിക്കുന്നവരെ നമ്മൾ സാധനം വാങ്ങുന്ന ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അവരാണ് ആ സാധനം. നിങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ടൈൽസിൻ്റെ, ഗ്രാനൈറ്റിൻ്റെ ഒക്കെ ഷോപ്പിലൊക്കെ നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലംബിങ്, വയറിങ് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന, അങ്ങനെ എല്ലാ സ്ഥലത്തും ഏതൊരു സാധനം നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ആ വീടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മരം ഏത് വേണം, അതുപോലെ തന്നെ കട്ടിൽ ഏത് വേണം, ജനൽ ഏത് വേണം, പെയിൻറ്റ് ഏത് വേണം, അതുപോലെ തന്നെ പ്ലംബിങ്, വയറിങ്, ടൈൽസ്, ഗ്രാനൈറ്റ് അതൊക്കെ അവരുടെ തന്നെ ചോയ്സാണ്. ആർക്കാണോ വീട് വേണ്ടത് അവരുടെ ചോയ്സ്, അവരുടെ പ്ലാൻ അനുസരിച്ചാണ് വീട് കെട്ടി കൊടുക്കുന്നത്. കാരണം വീട് എന്നത് ഒരാളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ അവർക്ക് ഒരു സ്വപ്നം ഉണ്ടാവും. നിങ്ങൾക്കൊരു സ്വപ്നം ആണ് വീട്. അപ്പം നിങ്ങളുടെ സ്വപ്നത്തിലൊരു വീടിൻ്റെ ഒരു ഐഡിയാസ് ഉണ്ടാവും. അത് ഒരുപക്ഷെ നിങ്ങൾ വളരെ ചെറുപ്പകാലത്തെ നിങ്ങൾക്ക് വീട് നിങ്ങളുടെ മനസ്സിൽ വരച്ചു വെച്ചതാണ്. നിങ്ങളുടെ മനസ്സിൽ വരച്ച ചിത്രം അതൊരു വീടാക്കി ഒരു ഭവനമായി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതാണ് PMS വില്ലാസിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ ഒരു PMS വില്ലാസിന്റെ ഒരു പ്ലോട്ട് കണ്ടില്ല നിങ്ങൾ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ. അപ്പൊ ഒരുപാട് സമയം, ഒരുപാട് വിലപ്പെട്ട സമയം നമ്മളെ കൂടെ സഹകരിച്ചിരിക്കാനായിട്ട് ഒരുപാട് നന്ദി പറയാണ്. ഒരുപാട് താങ്ക്സ്. ഓക്കെ, അതിനുമുമ്പ് എനിക്കൊരു നന്ദി പറയാനുണ്ട് സ്വർഗ ചാനലിനോട്. ഒരുപക്ഷെ കേരളത്തിൽ സ്വർഗ ചാനലിനെ പോലെ പിന്നെ ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓടിയെത്തി, ഏത് പ്രദേശത്തും സ്വർഗ ചാനലിൻ്റെ നിങ്ങൾ 2 പേര് ഓടിയെത്തും. എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തി അതിൻ്റെ വീഡിയോ ഉണ്ടാക്കി നിങ്ങളത് പിന്നെ യൂട്യൂബിലൊക്കെ ഇട്ട്, അങ്ങനെ ഈ സ്വർഗ ചാനൽ എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ തന്നെ എന്താണ് ജനങ്ങളുടെ ഹൃദയങ്ങൾ കയറിയ ഒരു ചാനലായി മാറി എന്നുള്ളതാണ്. സ്വർഗ ചാനൽ നമ്മളെ തന്നെ PMS വില്ലാസിൻ്റെ മുമ്പ് നമ്മൾ പിന്നെ 6ഓളം സൈറ്റുകൾ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നിങ്ങൾ സ്വർഗ ചാനൽ തന്നെയാണ് വിവിധ സൈറ്റുകൾ വന്നിട്ട് വിവിധ പേരുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വർഗ ചാനൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സേവനമായി. ഇപ്പോൾ PMS വില്ലാസിനെ പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തെക്കാൾ വലിയ സേവനമാണ് ഈ സ്വർഗ ചാനൽ. ഈ സന്ദേശം ജനങ്ങൾ എത്തിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. എന്തായാലും സ്വർഗ ചാനലിനെ നിങ്ങൾക്ക് PMS വില്ലാസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് സ്വർഗ ചാനൽ ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.